Get out my. ഇച്ചയ ഞാൻ എന്ത് ചെയ്ത് എന്തിനാ എന്നോട് ഇത്ര വെറുപ്പ്? ഞാൻ എന്ത് ചെയ്ത് എന്ത് തെറ്റാ നിങ്ങളോട് ചെയ്ത് ഇച്ചയ? I'm sorry. അയ്യോ I hate you there. But I love you, Chaya. നീ എന്താ ഇവിടെ? നിനക്കൊന്ന് ക്ലാസ് ഇല്ലേ? ഉണ്ട്, ബട്ട് ക്ലാസ് അല്ല, ഡാൻസ് പ്രാക്ടീസാ, അല്ലാണ്ടൊന്നുമല്ല. എന്നിട്ട് നീ പോകുന്നില്ലേ? നീ താരെ കാത്തിരിക്കുക? ഞാൻ അവനെ കാത്തിരിക്കുക, കോളേജിൽ ഡ്രോപ്പ് ചെയ്യാന്. അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പോകണ്ടേ? നീ പോയിക്കോ, നിനക്ക് ലേറ്റ് ആകല്ലേ. അവനാക്കി കൊടുത്തോളൂ. പോകാൻ ലേറ്റ് ആകുന്ന ഈ ചിമ്മിയാണ് ഇവിടെ ഒന്നും കാണുന്നുമില്ല. തപ്പി മടുത്തു. ഞാനാണെങ്കിൽ ഒരുപാട് തവണ കോൾ ചെയ്തു, അവനാണെങ്കിൽ എടുക്കുന്നതുമില്ല. सुन मेरी शहजादी, मैं हूँ तेरा शहजादा, बाहों में लेके तुझे मैं करता हूँ അത് ഞാൻ പറയാൻ വിട്ടതാ. നിന്നെ അവനാക്കി തന്നോളൂ. ചിമ്മിക്ക് ലേറ്റ് ആവുന്നുണ്ടാവും, അപ്പോ ഞാൻ അവൻ പോകാൻ പറഞ്ഞു. അത് വേണ്ട, ഞാൻ പൊക്കോളാം. എന്തിനാ വെറുതെ ഇച്ചാനെ ബുദ്ധിമുട്ടിക്കുന്നേ? ബുദ്ധിമുട്ടോ? അവനോ? എന്തിന്? നീ ഇവിടെ നിൽക്ക്. ഡാ കുക്കു, കുക്കു. ആ എന്താപ്പാ? നീ ഒന്ന് കോളേജിൽ ഡ്രോപ്പ് ചെയ്യും. എന്ത്? എനിക്ക് പറ്റില്ല, എനിക്ക് മീറ്റിംഗ് ഉണ്ട്, ഞാൻ പോവുക. അവനോട് പോകാൻ പറ. ഞാൻ നിന്നോട് അവനാക്കി കൊടുക്കുവാൻ പറ്റുമോ എന്നല്ല ചോദിച്ചത്, ആക്കി കൊടുക്കാനാ പറഞ്ഞത്. നീ എന്നെ പഠിപ്പിക്കാൻ വരണ്ട, പറഞ്ഞത് അങ്ങോട്ട് കേട്ടാ മതി. നീ ഇതിന് ഇത്രമാത്രം റൂഡാവേണ്ട ഒരു ആവശ്യമില്ല. ഐ ഡോണ്ട് കെയർ എനിത്തിങ്. എനിക്ക് പോണം. നീ ഇവിടുന്ന് പോകുന്നുണ്ടേ, അത് ഇവനെ കൊണ്ട് പോയാ മതി. അപ്പ വേണ്ട, ഞാൻ പൊക്കോളാം. ഞാൻ പറഞ്ഞത് നീ അങ്ങോട്ട് കേട്ടാ മതി. ഓക്കെ ഫൈൻ. സാരല്ല മോനെ, അവനെ നിനക്കറിയില്ലേ, അവൻ എന്തിനാ ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. സാരല്ലപ്പാ, എനിക്ക് ഓക്കെയാണ്. അപ്പോഴാണ് പുറത്തുനിന്ന് നമ്മുടെ ചേക്കെ വണ്ടി ഓൺ ചെയ്യുന്ന സൗണ്ട് കേട്ടത്. ഞാൻ ഹോൺ നിർദ്ദേശിച്ചത് ഓൺ അടിക്കാട്ടോ.
അപ്പൊ എന്നാ ബൈ, ഇനി ഞാൻ ചീത്ത പറയും. ആ ഓക്കെ ബൈ. എന്താണാവോ കുക്കി ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുന്നത് എന്റെ തേയോട്. ജെസ്സി നീ എപ്പോഴൊന്ന് തിരിച്ചു വരുന്നേ? നിന്റെ മോന്റെ ഈ മാറ്റം എന്താണെന്ന് എത്ര ആലോചിച്ചിട്ടോ എനിക്കൊന്നും പിടുത്തം കിട്ടുന്നില്ല. അത് നീ തന്നെ വരണം. അവന്റെ ഈ മാറ്റത്തിന് കാരണം എന്താണെന്ന് അറിയാം. ഓ, ഈ ഇച്ചാൻ എന്തോന്നും മിണ്ടാത്തെ? എന്റെ കർത്താവ്, എന്താ ഇച്ചാൻ എന്നോട് ഇത്ര ദേഷ്യം? ഒന്ന് ചോദിച്ചാലോ? ദേഷ്യപ്പെടോ? പെട്ടാലെന്താ? എനിക്കെന്തായാലും അറിയണം എന്നോട് എന്തിനാ ഇത്ര ദേഷ്യം. ഇനി ഞാൻ എന്തേലും തെറ്റ് ചെയ്തിട്ടുണ്ടാണോ? ഇനി അതിനായിരിക്കോ? അതാണെങ്കിലും എന്താണെന്ന് അറിയണ്ടേ? എന്നാലല്ലേ എനിക്കത് തിരുത്താൻ പറ്റൂ. അപ്പൊ ചോദിക്കാം. എന്താ ചോദിക്കാം. ഈ ചായ അല്ല, ഇങ്ങനെ തന്നെയല്ലേ ഞാൻ വിളിച്ചേ. ഇങ്ങനെ എന്താ ഉണ്ടാത്തത്? ഇച്ചാൻ എന്തിനാ എന്നോട് ഇത്ര ദേഷ്യം? എന്നോട് എന്തിനാ ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുന്നേ? എന്നോട് എന്തിനാ ഇത്ര ദേഷ്യം? ഞാൻ എന്താ ചെയ്ത് ഇച്ചായനോട്? എന്തെങ്കിലും ഒന്ന് പറ ഇച്ചായ. മേധ എന്നെ ഇച്ചാനെ വിളിച്ച് എന്റെ പിന്നാലെ എങ്ങനെ വന്ന, എന്നോട് സംസാരിക്കാനാച്ച വന്ന ഇച്ചായ എന്താ? ഞാൻ എന്താ ഇച്ചായനോട്? നിന്നോട് ഞാൻ ഒരു തവണ പറഞ്ഞു മിണ്ടാതിരിക്കാൻ. എന്നെ ദേഷ്യം പിടിപ്പിക്കല്ലേ. എനിക്ക് ഇച്ചാനെ ദേഷ്യം പിടിപ്പിക്കാൻ ഒട്ടും ആഗ്രഹമില്ല. ഞാൻ എന്താ ചെയ്തതെങ്കിലും ഒന്ന് പറയിച്ചായ. പെട്ടെന്ന് കുക്കി കാർ നിർത്തിയപ്പം തന്നെ തേക്ക് മനസ്സിലായി കുക്കുവിന് നല്ല ദേഷ്യം വന്നിട്ടുണ്ടെന്ന്. ഐ മീൻ നമ്മുടെ ചേക്ക്. ഇച്ചായ സോറി. സ്റ്റോപ്പ് ഇറ്റ്. നിന്നോടാണ് ഞാൻ പറഞ്ഞത് എന്നെ അങ്ങനെ വിളിക്കരുതെന്ന്. Get out of my car. ഇച്ചായ, അത് ഞാൻ get lost. പെട്ടെന്ന് ചേക്ക് അലറിയപ്പോ നമ്മുടെ തേ ശരിക്കും പേടിച്ചു. എന്നിട്ട് തേ പെട്ടെന്ന് കാറിൽ നിന്ന് ഇറങ്ങി. കുക്കു കുറച്ച് ക്യാഷ് വലിച്ചെറിഞ്ഞു കൊടുത്തു. എന്നിട്ട് അവിടെ നിന്ന് പോയി. ഇച്ചായ, എന്തിനാ എന്നെ ഇങ്ങനെ വെറുക്കുന്നേ? You hate me this much, but I like you ഇച്ചായ. ഇനി ഇച്ചാൻ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് നിങ്ങളെ വെറുക്കാൻ കഴിയില്ല ഇച്ചായ. എത്രമാത്രം വെറുക്കാൻ പറ്റും നിന്നെ എനിക്ക്, അത്രമാത്രം ഞാൻ നിന്നെ വെറുക്കും. അതുപോലെ എത്രമാത്രം എന്നിൽ നിന്ന് നിന്നെ അകറ്റാൻ പറ്റും, അത്രമാത്രം ഞാൻ നിന്നെ എന്നിൽ നിന്ന് അകറ്റും. I hate you ദൈവം. And ഒത്തിരി നേരം അവിടെ നിന്നിരുന്ന് നമ്മുടെ തേക്കായിരുന്നു. ശേഷം അവിടെ നിന്ന് എണീച്ച് നടക്കാൻ തുടങ്ങി. നമ്മുടെ ചേക്ക് പൈസ കൊടുത്തിട്ടുണ്ട്. പക്ഷെ നമ്മുടെ തേ അതൊന്നും എടുക്കാതെ അവിടെ നിന്ന് പോയി. ആ നീ വന്നോ? എന്താടാ, എന്താ നിനക്ക് പറ്റി? നീ കരഞ്ഞോ? എന്താ നിന്റെ മുഖം ഇങ്ങനെ വല്ലാണ്ടിരിക്കുന്നേ? കുക്ക നിന്നെ വഴക്ക് പറഞ്ഞോ? നോ അപ്പ എന്നോടൊന്നും പറഞ്ഞില്ല അപ്പ. ശരിയാ. എന്നാ നീ പോയി ഫ്രഷ് ആയിട്ട് വാ, എന്നിട്ട് നമുക്ക് ഫുഡ് കഴിക്കാം. എനിക്കറിയാൻ നിനക്കുള്ളിൽ ഒത്തിരി വേദനിക്കുന്നുണ്ടെന്ന്. എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ നിനക്ക് വേണ്ടി. കാരണം എന്തെന്ന് പോലും അറിയാതെ എനിക്കൊന്നും അറിയില്ലത്തെ. അവന്റെ മനസ്സിൽ എന്തൊക്കെയാ ഉള്ളതെന്ന്, ഒക്കെ എന്തിനാ നിന്നെ വെറുക്കുന്നെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല. മിസ് നീ ഒന്ന് വന്നേ, എനിക്ക് വയ്യ ഇങ്ങനെ എന്റെ തേ ഒരുക്കുന്നത് കാണാൻ. ഒന്ന് പെട്ടെന്ന് വാ ജെസ്സി. അപ്പ ഓ ജിമ്മി, നീ എന്താ ലേറ്റ് ആയി? അത് തേ തിരിച്ച് ഇന്ന് പോകുന്നത് ബസ്സിനാണെന്ന് അവനെന്നെ വിളിച്ചു പറഞ്ഞു. അപ്പോ യൂങ്കിച്ചൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. സോ ഞങ്ങളൊന്ന് പുറത്ത് പോയി, അതാ ലേറ്റ് ആയേ. ഓ അതാണ്. എന്നിട്ട് അവന് സുഖമല്ലേ? അവൻ പോയോ? ആപ്പ അങ്ങനെ അപ്പുറം സുഖമല്ലേ? ഉറക്കം നല്ല പണിയില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല, സുഖമായിട്ട് പോകുന്നു. പിന്നെ അങ്ങനെ പോയി. നീ പോയി ഫ്രഷ് ആയിട്ട് വാ, നമുക്ക് കഴിക്കാം. ഇപ്പോ വരും. ഞാൻ ഇപ്പോ വരാം.
ഹലോ മീസ് അൻസയോ, എല്ലാവർക്കും സുഖമല്ലേ? എനിക്ക് ഇതുവരെ സുഖമല്ലായിരുന്നു, ഇപ്പോൾ കുറച്ച് സുഖമൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഇന്ന് ഇരുന്ന് എഡിറ്റ് ചെയ്തതാണ്. സോ എത്ര പെർഫെക്റ്റ് ആയിരിക്കും എന്ന് എനിക്കറിയില്ല. ഞാൻ ഞാൻ കുറച്ച് ശ്രമിച്ചിട്ടുണ്ട്, മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. ഇനിയും മാക്സിമം ശ്രമിക്കും. ഇനിയുള്ളതെല്ലാം വൺ ഷോട്ടാണ് കേട്ടോ വരാൻ പോകുന്നത്. നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതല്ല ആദ്യം ഇടാൻ കരുതിയിരുന്നത്, വേറൊരു തെക്കുകളുടെ വൺ ഷോട്ടായിരുന്നു. പക്ഷേ അത് എനിക്ക് ഇപ്പം ഇടാൻ കഴിയൂല. ഇഷ്ടമായാൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ. അപ്പോൾ ശരി. പിന്നെ നിങ്ങളെ ഇത്ര വെയിറ്റ് ചെയ്യിപ്പിച്ചതിന് സോറി, ഐ എം റിയലി സോറി. എൻ്റെ സിറ്റുവേഷൻ അങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ലേറ്റ് ആയിപ്പോയത്. ബട്ട് ഇനി ഞാൻ ശ്രമിക്കാം, മാക്സിമം ഞാൻ പെട്ടെന്ന് ഇടാൻ തന്നെ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ബൈ, സീ യു.